വളരെ പാവപ്പെട്ട ഒരു അമ്മയുണ്ടായിരുന്നു, ഗൗതമി എന്ന പേരിൽ. അവരുടെ മകൻ്റെ പേര് ശതകർണി എന്നായിരുന്നു. തൻ്റെ ഭർത്താവ് മരിച്ചതോടെ വളരെ ദരിദ്രയായ ഈ അമ്മയ്ക്ക് മകനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ അവർ കുറച്ചു കാലം അവരുടെ സഹോദരന്മാരുടെ സംരക്ഷണയിൽ കഴിഞ്ഞെങ്കിലും ഈ സഹോദരിയും മകനും വളരെ ഭാരമായി തോന്നിയ സഹോദരന്മാർ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കൊച്ചുകുട്ടിയായ തൻ്റെ മകനെയും കൊണ്ട് എങ്ങോട്ട് പോകും എന്നറിയാതെ ആ അമ്മ വളരെ ബുദ്ധിമുട്ടി. എന്നാൽ സഹോദരന്മാർ യാതൊരു കാരണവശാലും അവരെ സംരക്ഷിക്കാൻ പറ്റില്ലെന്നും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു കൊള്ളാനും പറഞ്ഞ് വാതിലടച്ചു കളഞ്ഞു. ഈ പാവം അമ്മ മകനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നടപ്പായി. എവിടെ പോകണമെന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നടന്ന് വൈകുന്നേരമായപ്പോൾ അവർ പ്രതിഷ്ഠാനം എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഇത് ഇപ്പം മഹാരാഷ്ട്രയിലുള്ളൊരു പട്ടണമാണ്. പ്രതിഷ്ഠാനത്ത് എത്തിയ ഈ അമ്മ വൈകുന്നേരം എവിടെയെങ്കിലും ഒന്ന് തങ്ങണമല്ലോ എന്ന് കരുതി അങ്ങനെ നടക്കുമ്പോൾ ഒരു കുടിലിൻ്റെ മുന്നിൽ ഒരു പാവപ്പെട്ട വൃദ്ധൻ, വളരെ പ്രായം ചെന്ന ഒരാൾ ഇരുന്ന് മണ്ണ് കുഴച്ച് കലമുണ്ടാക്കുന്നത് കണ്ടു. ഇത് കണ്ട ഈ കുട്ടിക്ക് വളരെയധികം താല്പര്യം തോന്നി. അവന് അമ്മയുടെ കൈ വിട്ട് ഓടി ഈ വൃദ്ധൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പൂപ്പ അങ്ങ് എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കുഞ്ഞ് ഞാൻ കലമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എന്നെ കൂടെ പഠിപ്പിക്കാമോ അപ്പൂപ്പ? എനിക്കിത് കണ്ടിട്ട് വളരെ ഇഷ്ടം തോന്നുന്നു. വളരെ ഓമനത്വമുള്ള ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ വൃദ്ധനും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, കുഞ്ഞെ എനിക്ക് നിന്നെ ഈ വിദ്യ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ കണ്ട എൻ്റെ കൈകളൊക്കെ വിറച്ചു തുടങ്ങി. ഞാൻ ഒരുപാട് പ്രായമായി, എനിക്ക് എത്രത്തോളം പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ നിന്നെ പഠിപ്പിക്കാം. അപ്പോൾ ഈ അമ്മ ഓടി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന്, മോനെ വാ നമുക്ക് പോകാം, അപ്പൂപ്പനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയുടെ മുഖത്തെ ക്ഷീണവും അവരുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ കണ്ട ഈ വൃദ്ധൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഇപ്പോൾ ഇരുട്ട് വീഴാറായി, ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാണ്, തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ തങ്ങൂ. അങ്ങനെ ഗൗതമി എന്ന അമ്മ അന്ന് രാത്രി ആ വൃദ്ധൻ്റെ വീട്ടിൽ തങ്ങി. അയാൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നോട് തൻ്റെ സഹോദരന്മാർ കാണിക്കാത്ത കരുണ കാണിച്ച ഈ വൃദ്ധൻ്റെ മുന്നിൽ ആ അമ്മ പൊട്ടിക്കരഞ്ഞു. തനിക്ക് ആരുമില്ല എന്നും തൻ്റെ മകനെ വളർത്താൻ യാതൊരു മാർഗവുമില്ല എന്നും എങ്ങോട്ടെന്നറിയാതെ പോവുകയാണെന്നും ഒക്കെ ഈ അമ്മ ഈ വൃദ്ധനോട് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്കും ആരുമില്ല, എനിക്ക് ഈ കുടിലും ഈ വിദ്യയും മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന ഈ വിദ്യ ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കാം, അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ. അങ്ങനെ ഈ കുശവൻ്റെ വീട്ടിലായി ഈ അമ്മയുടെയും മകൻ്റെയും താമസം. വൃദ്ധൻ ഈ കുട്ടിയെ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. നല്ല കളിമണ്ണ് തിരഞ്ഞെടുക്കാനും ആ കളിമണ്ണ് കുഴച്ച് പരുവപ്പെടുത്താനും അതുപയോഗിച്ച് ചക്രം തിരിച്ച് നല്ല പാത്രങ്ങൾ ഉണ്ടാക്കാനും പിന്നീട് ആ കളിമൺ പാത്രങ്ങൾ ചുട്ടെടുത്ത് ബലപ്പെടുത്താനും ഒക്കെ അവൻ വളരെ വേഗം പഠിച്ചു. ഈ ജോലിയിൽ അവൻ്റെ മിടുക്ക് കണ്ടപ്പോൾ ഈ വൃദ്ധനും വളരെ സന്തോഷമായി. അദ്ദേഹം വളരെ കാലമായിട്ട് പ്രായാധിക്യത്താൽ വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇങ്ങനൊരു സഹായിയെ കിട്ടിയത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവനും അമ്മയും ആ വൃദ്ധൻ്റെ കൂടെ താമസമായി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു നല്ല വെയിലുള്ള ദിവസം അതുവഴി ഒരു സന്യാസി വന്നു. അപ്പോൾ ഈ കുടിലിൻ്റെ മുന്നിൽ വൃദ്ധനും ശതകർണിയും ഇരുന്ന് കലമുണ്ടാക്കുകയായിരുന്നു. ദാഹം തോന്നിയ സന്യാസി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവർ അടുത്തേക്ക് ചെന്നു. വല്ലാതെ ക്ഷീണിച്ചു, ഇത്തിരി വെള്ളം കൊണ്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ട ശതകർണി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വീടിനകത്തേക്ക് പോയി. സന്യാസി അവിടെ ഒരു മരച്ചുവട്ടിലിരിക്കുകയും കലമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന വൃദ്ധനോട്, എത്ര നല്ല സ്ഥലമാണ് ഈ പ്രതിഷ്ഠാനം, പക്ഷേ ഇവിടുത്തെ കൊള്ളക്കാരുടെ ശല്യം കാരണം ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരിടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ രീതിയിലും നല്ല സ്ഥലമായി ഇവിടെ ഈ കള്ളന്മാരുടെ ശല്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വൃദ്ധനും പറഞ്ഞു, നേരാണ്, നല്ല വെള്ളവും നല്ല മണ്ണും ഒക്കെയുള്ള സ്ഥലമാണ് ഞങ്ങളുടേത്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ കള്ളന്മാരുടെ ശല്യം കാരണം ആൾക്കാരൊക്കെ ഇവിടെ വിട്ടു പോവുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശതകർണി വീടിനകത്ത് നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നത്. വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഈ സന്യാസി ഈ കുട്ടിയെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ കുട്ടി ചോദിച്ചു, അങ്ങെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ആ സന്യാസി പറഞ്ഞു, കുഞ്ഞെ, നീ ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ രാജാവായി തീരും. അന്ന് പ്രതിഷ്ഠാനത്തിൻ്റെ എല്ലാ ദോഷങ്ങളും തീരുകയും ഇത് നല്ലൊരു സ്ഥലമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ വൃദ്ധനായ കുശവന് ചിരി വന്നു. ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് തൻ്റെ വീട്ടിൽ ആശ്രയം തേടി വന്ന ഈ പാവപ്പെട്ട പയ്യൻ എങ്ങനെ രാജാവായി തീരും എന്ന് അയാൾ അത്ഭുതത്തോടെ ചിന്തിച്ചു. അവന് നല്ല വിദ്യാഭ്യാസമില്ല, ഈ കലമുണ്ടാക്കാനല്ലാതെ മറ്റൊന്നിനും അറിയുകയുമില്ല, എന്നിട്ടും അവൻ രാജാവായി തീരും എന്ന് ഈ സന്യാസി പറഞ്ഞല്ലോ. പക്ഷേ ഇത് കേട്ടുകൊണ്ട് വീടിനകത്തിരുന്ന ഗൗതമി അപ്പോൾ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശ്വര, അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകന് ഒരു അനുഗ്രഹമായി തീരണേ. എന്തായാലും ആ സന്യാസി അങ്ങനെ പോയി. ഇദ്ദേഹം പറഞ്ഞത് കേട്ട ശതകർണിയുടെ ഉള്ളിൽ താൻ ഭാവിയിൽ ഒരു രാജാവായി തീരും എന്ന ചിന്ത വളർന്നു തുടങ്ങി. അവൻ അന്ന് മുതൽ
ഒരു രാജാവ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അവന് തോന്നി, ഒരു രാജാവാകണമെങ്കിൽ രാജാവിന് സൈന്യം വേണം. സൈന്യത്തിൽ കുതിരകളും ആനകളും വേണം, രഥങ്ങൾ വേണം, ഒരുപാട് സൈനികരും അവർക്ക് വേണ്ട ആയുധങ്ങളും വേണം. അങ്ങനെ അന്ന് മുതൽ കലമുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന കളിമണ്ണ് ഉപയോഗിച്ച് അവൻ ചെറിയ ചെറിയ മനുഷ്യരൂപങ്ങളും ആയുധത്തിൻ്റെ രൂപങ്ങളും തേരുകളും കുതിരകളും ആനകളും ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. വളരെ ചെറിയ രൂപങ്ങളാണെങ്കിലും അവയെല്ലാം മനോഹരമായിട്ട് അവൻ ഉണ്ടാക്കി. എന്നിട്ട് അത് ചൂളയിൽ വെച്ച് ചുട്ടെടുത്തു. അത് തൻ്റെ വീടിന് മുന്നിൽ നിരത്തി വെച്ചു. ഇത് കണ്ട വൃദ്ധൻ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു, നീ എന്താ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സൈന്യത്തിന് നിർമ്മിച്ചിരിക്കുകയാണ് മുത്തച്ഛ. ഞാൻ രാജാവായി തീരുമ്പോൾ എനിക്ക് ഒരുപാട് സൈന്യം വേണ്ടി വരുമല്ലോ. ചെറിയ കുട്ടിയല്ലേ, മാത്രമല്ല അവൻ വളരെ മനോഹരമായിട്ട് ഈ പ്രതിമകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അവൻ അത് വെച്ച് കളിക്കുന്നെങ്കിൽ കളിച്ചോട്ടെ എന്ന് ഈ വൃദ്ധനും വിചാരിച്ചു. അവനെ വഴക്ക് പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ അവൻ എല്ലാ ദിവസവും കുറേശ്ശെ സൈന്യം ഉണ്ടാക്കി തുടങ്ങി. എല്ലാ ദിവസവും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും. അത് ചൂളയിലിട്ട് ചുട്ട് വൃത്തിയാക്കി മാറ്റി വെക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, നീ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന നിൻ്റെ സൈന്യം എവിടെ പോയി? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ സൈന്യമെല്ലാം നമ്മുടെ വീടിനടുത്തുള്ള പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, നീ എന്തിനാ അത് കിണറ്റിൽ കൊണ്ടുപോയിട്ടത്? അവൻ പറഞ്ഞു, കിണറ്റിൽ ഞാനിത് കൊണ്ടുപോയി ഉപേക്ഷിച്ചതല്ല മുത്തച്ഛ. ഞാൻ ഒരുപാട് സൈന്യം ഇനി ഉണ്ടാക്കും. ഞാൻ വലുതായി രാജാവാകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സൈന്യം വേണ്ടി വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കിണറ്റിൽ അതെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ വൃദ്ധന് ചിരി വന്നുവെങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ചെറിയ കുട്ടിയല്ലേ, അവൻ്റെ ആഗ്രഹം പോലെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് അദ്ദേഹം കരുതി. അന്ന് മുതൽ ശതകർണി എല്ലാ ദിവസവും ബാക്കി വരുന്ന കളിമണ്ണ് കൊണ്ട് സൈന്യത്തിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും അത് ചുട്ടെടുത്ത് ഈ കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. കുറച്ച് മുതിർന്നതോടെ അവൻ ഒരു രാജാവിൻ്റെ ഭാവത്തിലായി നടപ്പ്. കുറച്ച് സമയം കിട്ടിയാൽ അവൻ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകും. കളിക്കാൻ പോയാൽ ശാലവൃക്ഷത്തിൻ്റെ മുകളിൽ അവൻ കയറിയിരിക്കും. അതിൻ്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ കയറി താനൊരു കുതിരപ്പുറത്തിരിക്കുകയാണ് എന്ന ഭാവേന അവൻ യാത്ര ചെയ്യും. ഞാൻ രാജാവാണ്, ഞാൻ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് എന്നവൻ പറയും. കുശവന്മാരുടെ കുടിലുള്ള മറ്റ് കുട്ടികൾ ഒരുപാട് പേര് അവൻ്റെ കൂടെ കളിക്കാൻ വരാറുണ്ടായിരുന്നു. അവരെക്കാളൊക്കെ സമർത്ഥനായ അവനെ തങ്ങളുടെ നേതാവായിട്ട് അവരെല്ലാവരും അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞ കളികളെല്ലാം അവർ സമ്മതിച്ചു കൊടുക്കുകയും അവനെ അവരുടെ രാജാവായിട്ട് അവരങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ശാലവൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് യാത്ര ചെയ്യുന്ന അവനെ അവർ ശാലിവാഹനൻ എന്ന് വിളിച്ചു. അങ്ങനെ അവൻ്റെ ശതകർണി എന്ന പേര് പൊതുവെ എല്ലാവരും മറന്നു പോവുകയും എല്ലാവരും അവനെ ശാലിവാഹനൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു. ആദ്യമൊക്കെ കുട്ടികളായിരുന്നു ഇങ്ങനെ വിളിക്കുന്നതെങ്കിലും പിന്നീട് മുതിർന്നവരും അവനെ ശാലിവാഹനൻ എന്ന് വിളിച്ചു തുടങ്ങി. കുശവന്മാരുടെ തെരുവിലെ കുട്ടികളുടെ നേതാവായിരുന്നു ശാലിവാഹനൻ. ശാലിവാഹനൻ്റെ വാക്കുകൾ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുകയും അതനുസരിക്കുകയും ചെയ്തു. അവന് രാജാവ് എന്ന ഭാവേന അവർ പലപ്പോഴും തോളിലെടുത്ത് നടക്കുകയും അവന് ജയ് വിളിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു ദിവസം ശാലിവാഹനനും സുഹൃത്തുക്കളും കൂടി കളി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അടുത്തൊരു കുറ്റിക്കാട്ടിൽ കുറേ ആൾക്കാരിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അവരുടെ ഭാവം കണ്ടപ്പോൾ അവർ അത്ര നല്ല ആൾക്കാരല്ല എന്ന് തോന്നിയ ശാലിവാഹനനും കൂട്ടുകാരും കുറച്ച് ദൂരെയായിട്ട് മാറിയിരുന്ന് ഇവരെന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇവർ കൊള്ളക്കാരാണ് എന്നും അതിനടുത്ത ദിവസം അവരുടെ നഗരത്തിലെ ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ കച്ചവട സാധനങ്ങളുമായിട്ട് തുറമുഖത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തെ ആക്രമിച്ച് ആ സാധനങ്ങളൊക്കെ കൊള്ളയടിക്കാനാണ് ഇവരുടെ ഉദ്ദേശമെന്നും മനസ്സിലായി. ശാലിവാഹനൻ തൻ്റെ കൂട്ടുകാരോട് ചേർന്ന് കുറേ നീളമുള്ള വടികളുമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇവർ കൊള്ളയടിക്കും എന്ന് പറഞ്ഞിരുന്ന രാത്രി ഈ കച്ചവടക്കാരൻ്റെ വീടിനടുത്ത് പോയി പതുങ്ങിയിരിക്കുകയും കൊള്ളയടിക്കാൻ വന്ന ഈ കള്ളന്മാരെയെല്ലാം അടിച്ചോടിക്കുകയും ചെയ്തു. 1-2 കള്ളന്മാരെ അവർക്ക് പിടിച്ച് കെട്ടാനും പറ്റി. അങ്ങനെ ഈ കച്ചവടക്കാരൻ്റെ സാധനങ്ങൾ കൊള്ളയടിക്കുന്നതിൽ നിന്ന് കള്ളന്മാരെ തടയാൻ ശാലിവാഹനനും സുഹൃത്തുക്കൾക്കും കഴിഞ്ഞു. ഈ വാർത്ത നാട്ടിലെങ്ങും പാട്ടായി. അതോടെ ആ നാട്ടിലെ പണക്കാരായ ആൾക്കാരൊക്കെ ശാലിവാഹനനോട് തങ്ങളെ കൂടി സംരക്ഷിക്കണം എന്ന് പറഞ്ഞു തുടങ്ങി. നാട്ടുകാർക്കൊക്കെ ശാലിവാഹനനോട് വളരെയധികം സ്നേഹവും കടപ്പാടും തോന്നി. അതോടെ ശാലിവാഹനനും കൂട്ടുകാരും അവരുടെ കയ്യിലുള്ള നീളമുള്ള വടികളുമൊക്കെ എടുത്ത് ഈ തെരുവുകളിലൊക്കെ റോന്ത് ചുറ്റുകയും അങ്ങനെ ആ നാട്ടിലേക്ക് കള്ളന്മാർ വരാതെ തടയുകയും ചെയ്തു. അതോടെ ഈ കള്ളന്മാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. ശാലിവാഹനനും കൂട്ടുകാരും എപ്പോഴും രാത്രികളിൽ ഉണർന്ന് ഈ നഗരത്തിൽ റോന്ത് ചുറ്റുന്നതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് കൊള്ളയടിക്കാൻ പറ്റാതായി. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കുറേ കഠാരകളൊക്കെ ആയിട്ട് ശാലിവാഹനനെ ആക്രമിക്കാൻ വന്നെങ്കിലും ഒട്ടും പേടിക്കാതെ ശാലിവാഹനനും കൂട്ടുകാരും അവരെ എതിരിടുകയും അവരെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു. ഇതും നാട്ടിലെങ്ങും പാട്ടായി. ശാലിവാഹനൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല
എന്നിട്ടും അവർ പോരാടി കള്ളന്മാരെ ഓടിച്ചു എന്ന് കേട്ട ആ നഗരത്തിലെ വ്യാപാരികളെല്ലാവരും കൂടി ചേർന്ന് കുറച്ച് കുതിരകളെയും ആയുധങ്ങളും ഒക്കെ വാങ്ങി ശാലിവാഹനന് സമ്മാനിച്ചു. അതോടെ ശാലിവാഹനൻ കുതിരപ്പുറത്ത് കയറി ആയുധങ്ങളുമൊക്കെ ഏന്തി നഗരത്തിനെ സംരക്ഷിക്കുന്ന ചുമതല ഏറ്റെടുത്തു. അവർ നാട്ടിലെ എല്ലാ ജനങ്ങളോടും ഒരുപോലെ സ്നേഹത്തോടെ ഇടപെട്ടു. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും സഹായിച്ചു. അങ്ങനെ എല്ലാവർക്കും ശാലിവാഹനനോട് വലിയ ഇഷ്ടമായി. എന്നാൽ ഇക്കാര്യം അറിഞ്ഞ കൊള്ളക്കാർ ശാലിവാഹനനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്നും അവനെ കൊന്നു കളയണമെന്നും തീരുമാനിച്ചു. എന്നാൽ ശാലിവാഹൻ്റെ കൂടെ നാട്ടുകാരെല്ലാവരും ഉള്ളതുകൊണ്ട് അവനെ നേരിട്ട് എന്ന് യുദ്ധം ചെയ്ത് കൊല്ലുന്നത് അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് തോന്നിയ ഈ കൊള്ളക്കാരുടെ നേതാവ് ഒരു കച്ചവടക്കാരൻ്റെ വേഷത്തിൽ അക്കാലത്തെ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. പ്രതിഷ്ഠാനം എന്ന സ്ഥലത്തെ രാജാവായ നാഹപാന എന്ന രാജാവിൻ്റെ അടുത്താണ് ചെന്നത്. എന്നിട്ട് ശാലിവാഹനെ പറ്റി കുറേ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തു. നാട്ടിലെ ഒരു കളിമൺ പാത്ര കച്ചവടക്കാരനായ ശാലിവാഹനൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും രാജാവിനെ കൊന്നിട്ട് ഈ ഭരണം കയ്യേറാനാണ് അവൻ്റെ ഉദ്ദേശമെന്നും ഒക്കെ ഈ വ്യാപാരികൾ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് രോഷാകുലനായ രാജാവ് തൻ്റെ സൈന്യത്തോടൊപ്പം ശാലിവാഹനൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു. രാജാവ് വലിയൊരു സൈന്യത്തോടൊപ്പം തങ്ങളെ എതിരിടാൻ വരുന്നു എന്ന് ശാലിവാഹനനും കൂട്ടുകാരും അറിഞ്ഞു. രാജാവിനൊപ്പം വലിയൊരു സൈന്യമുണ്ട്. അവരിങ്ങോട്ട് വന്നാൽ എതിരിടാൻ ശാലിവാഹനൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ രാജാവ് എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്ന് തങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന് ഇവർക്കൊട്ട് മനസ്സിലായതുമില്ല. കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് തൊട്ടടുത്ത രാജ്യമായ ഉജ്ജയിനിയിൽ പോയി അവിടുത്തെ രാജാവായ വിക്രമാദിത്യനോട് സഹായം അഭ്യർത്ഥിക്കാമെന്ന്. പക്ഷേ ശാലിവാഹനൻ പറഞ്ഞു, അത് ശരിയല്ല. നമ്മുടെ രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിക്രമാദിത്യനോട് സഹായം ചോദിക്കുകയാണെങ്കിൽ, അഥവാ നമ്മൾ ജയിക്കുകയാണെങ്കിൽ വിക്രമാദിത്യൻ നമ്മുടെ രാജ്യം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കും. അത് അത്ര ഉചിതമായ കാര്യമായിരിക്കില്ല. നമ്മൾക്ക് സൈന്യമില്ല എന്നല്ലേ ഉള്ളൂ, നാട്ടുകാർ മുഴുവൻ നമ്മളുടെ ഒപ്പമുണ്ട്. എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഈ വിവരം അറിഞ്ഞ നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ യുവാക്കളും ശാലിവാഹനെ വന്ന് കണ്ടിട്ട് തങ്ങൾ ശാലിവാഹൻ്റെ ഒപ്പമുണ്ടെന്നും അവനെ യുദ്ധത്തിൽ സഹായിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആയുധങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ ശാലിവാഹൻ്റെ ഒപ്പം നിൽക്കുകയും എന്നാൽ വലിയ സൈന്യമൊന്നുമില്ല, ഇവിടെ വലിയ എതിർപ്പൊന്നും ഉണ്ടാകുകയില്ല എന്ന പ്രതീക്ഷയിൽ വന്ന രാജാവിൻ്റെ സൈന്യത്തോട് വളരെ ധീരതയോടെ ഏറ്റുമുട്ടി രാജാവിനെ തോൽപ്പിക്കുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ഈ രാജാവ് കൊല്ലപ്പെട്ടു. അങ്ങനെ ശാലിവാഹനൻ ആ സന്യാസി പറഞ്ഞതുപോലെ ആ രാജ്യത്തിൻ്റെ രാജാവായി തീർന്നു. ശാലിവാഹനൻ വളരെ നല്ല ഒരു രാജാവായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രജകളോട് വളരെ സ്നേഹത്തോടെ ഇടപെടുകയും ജനക്ഷേമത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് 2 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്, സർവവർമ്മനും ഗുണാധ്യായനും. ഒരു ദിവസം ശാലിവാഹനൻ തൻ്റെ മന്ത്രിയായ ഗുണാധ്യായനൊപ്പം കാട്ടിൽ വേട്ടയ്ക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം ഒരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ആ ആശ്രമത്തിൽ ആതിഥ്യം സ്വീകരിച്ച് ശാലിവാഹനൻ അവിടെ കുറച്ചു നേരം തങ്ങി. അപ്പോൾ അവിടെ വെച്ച് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. അതാരാണെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ നാഗരാജാവിൻ്റെ മകളായ നാഗണികയാണെന്ന് അറിഞ്ഞു. ഈ നാഗണിക വളരെയധികം ബുദ്ധിമതിയും ഒരു പണ്ഡിതയുമാണ് എന്ന് ശാലിവാഹനനോട് ഈ മഹർഷി പറഞ്ഞു. അദ്ദേഹം ഈ നാഗരാജാവിൻ്റെ അടുത്ത് ചെന്ന് ഈ പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുകയും നാഗരാജാവ് ആ വിവാഹത്തിന് വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ശാലിവാഹനൻ ഈ നാഗണിക എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർ വളരെ സന്തോഷത്തോടെ രാജകൊട്ടാരത്തിൽ ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ഈ പൂന്തോട്ടത്തിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് ശാലിവാഹനൻ കുറച്ച് വെള്ളം ഈ നാഗണികയുടെ ദേഹത്തേക്ക് തെറിപ്പിച്ചു. അപ്പോൾ നാഗണിക മോദക എന്ന് പറഞ്ഞു. മോദക എന്ന് ഈ ഭാര്യ പറഞ്ഞപ്പോൾ അതൊരു പലഹാരത്തിൻ്റെ പേരാണല്ലോ, അവൾക്കത് വേണം എന്നാണ് പറഞ്ഞത് എന്ന് കരുതി ശാലിവാഹനൻ തൻ്റെ സേവകരെ വിളിച്ച് രാജ്ഞിക്ക് മോദകം വേണം, ഉടൻ തന്നെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട നാഗണിക ഉറക്കെ ചിരിച്ചു. ശാലിവാഹനൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോദകം വേണം എന്നല്ല പറഞ്ഞത്, മാ ഉദക എന്നാണ് പറഞ്ഞത്. ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളം ആണ്. അപ്പോൾ എൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മോദക എന്ന് പറഞ്ഞത് എന്ന് നാഗണിക പറഞ്ഞു. അപ്പോഴാണ് രാജാവിന് തൻ്റെ അറിവില്ലായ്മയിൽ ബുദ്ധിമുട്ട് തോന്നിയത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. വിദ്യാഭ്യാസമില്ലാത്ത തനിക്ക് തൻ്റെ ഭാര്യ പറയുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ സംസ്കൃതത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നിട്ട് പോലും തനിക്ക് അക്ഷരാഭ്യാസമില്ല എന്നോർത്ത രാജാവിന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങേ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചെങ്കിലും
രാജാവിന് ഇതിലൊട്ടും സന്തോഷം തോന്നിയില്ല. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ 2 മന്ത്രിമാരെയും വിളിപ്പിച്ചു. എന്നിട്ട് തനിക്ക് സംസ്കൃതം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ മന്ത്രിമാരോട് എത്ര കാലം കൊണ്ട് തനിക്ക് സംസ്കൃതം പഠിപ്പിച്ച് തരാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ ഗുണാധ്യായൻ പറഞ്ഞു, സാധാരണ 12 വർഷം കൊണ്ടാണ് ഒരാൾക്ക് സംസ്കൃതം പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് അങ്ങേക്ക് 6 വർഷം കൊണ്ട് സംസ്കൃതം പഠിപ്പിച്ച് തരാൻ പറ്റും. അപ്പോൾ സർവ്വവർമ്മൻ പറഞ്ഞു, എനിക്ക് 6 വർഷമൊന്നും വേണ്ട, 6 മാസം മതി. 6 മാസം കൊണ്ട് ഞാൻ അങ്ങയെ സംസ്കൃതം പഠിപ്പിച്ച് തരാം. ഇത് കേട്ട ഗുണാധ്യായൻ പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല. കാരണം സംസ്കൃതം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ്. യാതൊരു കാരണവശാലും ഒരാൾക്ക് 6 മാസം കൊണ്ട് സംസ്കൃത പഠനം പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ സർവ്വവർമ്മൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു വാത് വെക്കാം. അപ്പോൾ ഗുണാധ്യായൻ പറഞ്ഞു, ശരി, നിങ്ങൾ 6 മാസത്തിനകം രാജാവിനെ സംസ്കൃതം പഠിപ്പിച്ച് കഴിയുകയാണെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും സംസ്കൃതത്തിലോ പ്രാകൃതത്തിലോ സംസാരിക്കുകയില്ല. ഇദ്ദേഹത്തിന് അറിയാവുന്ന 2 ഭാഷകളായിരുന്നു, ഒന്ന് സംസ്കൃതവും ഒന്ന് പ്രാകൃതവും. ഈ 2 ഭാഷകളും താൻ പിന്നീട് സംസാരിക്കുകയില്ല എന്നാണ് അദ്ദേഹം അന്നേരം പറഞ്ഞത്. എന്തായാലും അന്ന് മുതൽ സർവ്വവർമ്മൻ രാജാവിനെ സംസ്കൃതം പഠിപ്പിക്കാൻ തുടങ്ങി. രാജാവ് പഠിക്കാൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഗുരുവായ സർവ്വവർമ്മനാണെങ്കിൽ പഠിപ്പിക്കാൻ വളരെ താല്പര്യവുമായിരുന്നു. രാവും പകലും അവർ പഠിച്ചു. അങ്ങനെ 6 മാസം കൊണ്ട് രാജാവ് സംസ്കൃതത്തിൽ പ്രാവീണ്യം നേടി. അദ്ദേഹം തൻ്റെ സഭയിലേക്ക് ചെല്ലുകയും അവിടെ സംസ്കൃതത്തിൽ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഇത് കണ്ടതോടെ ഗുണാധ്യായന് ആകെ വിഷമമായിപ്പോയി. അദ്ദേഹം അപ്പോൾ തന്നെ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി നടന്നു. രാജാവ് അദ്ദേഹത്തെ പിന്നാലെ വിളിച്ച് പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അദ്ദേഹം മിണ്ടിയില്ല. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇപ്പോൾ ഭാഷയില്ല. രാജാവ് 6 മാസത്തിനകം സംസ്കൃതം പഠിക്കുകയാണെങ്കിൽ താൻ സംസ്കൃതത്തിലോ പ്രാകൃതത്തിലോ സംസാരിക്കുകയില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീടൊരു ഭാഷയുള്ളത് പൈശാചിയാണ്. ഈ പൈശാചി എന്നുള്ള ഭാഷ രാജാവിനറിയാം, പക്ഷേ ഗുണാധ്യായന് അറിയുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ഒന്നും സംസാരിക്കാതെ അവിടെ നിന്ന് പോയി കളഞ്ഞു. കുറേ മാസങ്ങൾക്ക് ശേഷം പൈശാച വർഗത്തിൽപ്പെട്ട 2 പേര് രാജാവിനെ കാണാൻ വന്നു, ശാലിവാഹന രാജാവിനെ. അവർ കയ്യിലൊരു ഓലയും കൊണ്ടാണ് വന്നത്. ഈ ഓലയിൽ എഴുതിയിരിക്കുന്നത് പൈശാച ഭാഷയിലുള്ളൊരു മഹാകാവ്യമാണെന്നും അതൊന്ന് വായിച്ചു നോക്കി തെറ്റ് തിരുത്തി കൊടുക്കണമെന്നും ഈ പൈശാച വർഗ്ഗക്കാർ രാജാവിനോട് പറഞ്ഞു. രാജാവ് പറഞ്ഞു, പൈശാച ഭാഷ ഒരിക്കലും ഒരു കാവ്യ ഭാഷയല്ല. അത് കവിതയ്ക്കോ സാഹിത്യരചനയ്ക്കോ പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ അതിൽ രചിച്ചൊരു കാവ്യം വായിച്ചു നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കതിനുള്ള സമയമില്ല. നിരാശരായി പൈശാച വർഗ്ഗക്കാർ അവരുടെ കാവ്യം കൊണ്ട് തിരിച്ചുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന് ഒരു അസുഖം പിടിപെട്ടു. അദ്ദേഹത്തെ പരിശോധിച്ച വൈദ്യന്മാർ പറഞ്ഞത് രാജാവ് കഴിക്കുന്ന മാംസം മോശമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വയറിന് അസുഖം പിടിപെട്ടതെന്നാണ്. അപ്പോൾ അടുക്കളക്കാരനെ വിളിപ്പിച്ചു. എവിടെ നിന്നാണ് മാംസം വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കാട്ടിൽ നിന്ന് വേട്ടക്കാർ കൊണ്ടുവരുന്ന മാംസമാണ് സാധാരണ കറി വെക്കുന്നത്. എപ്പോഴും നല്ല മാംസം തന്നെയാണ് രാജാവിന് കറി വെച്ച് കൊടുക്കാറുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഇതേ വേട്ടക്കാരാണ് ഇവിടെ മാംസം കൊണ്ട് തരാറുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഈ വേട്ടക്കാരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. വേട്ടക്കാർ പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും വേട്ടയാടുന്നത് പോലെ തന്നെയാണ് ഈ മാംസം വേട്ടയാടി കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമുള്ളത്, കാട്ടിലൊരു ബ്രാഹ്മണനുണ്ട്. അദ്ദേഹം എഴുതിയൊരു കവിത വായിക്കുന്നുണ്ട്. അദ്ദേഹം ആ കവിത വായിക്കുന്നത് കൊണ്ട് മൃഗങ്ങളെല്ലാം പോയി അവിടെ നിന്ന് കേൾക്കുകയാണ്. അവർക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരിക്കുന്ന മൃഗങ്ങളെ മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് വേട്ടയാടാൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അവയുടെ മാംസം മോശമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മൃഗങ്ങൾക്ക് മാംസമേ ഇല്ല, കാരണം അവ ഭക്ഷണം കഴിക്കുന്നതേ ഇല്ല. അവ ഈ കവിത കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതറിഞ്ഞ രാജാവ് ഉടൻ തന്നെ ഇതാരാണ് കവിത ചൊല്ലുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ, താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരു സന്യാസി രൂപത്തിലുള്ള ബ്രാഹ്മണൻ ഒരു മരച്ചുവട്ടിലിരുന്നിട്ട് ഓരോ ഓലയായിട്ട് എടുത്ത് അത് വായിക്കുകയും അതിനുശേഷം അത് തീയിലിടുകയും ചെയ്യുന്നത് കണ്ടു. ഇത് കേട്ടുകൊണ്ട് മൃഗങ്ങളെല്ലാം അദ്ദേഹത്തെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അത്ര മനോഹരമായ കവിതയായിരുന്നു അത്. അവിടെ നിന്ന് കുറച്ചു നേരം കേട്ടപ്പോൾ തന്നെ ആ കവിതയുടെ മാഹാത്മ്യം രാജാവിന് മനസ്സിലായി. രാജാവ് അത് കത്തിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചെന്ന് നോക്കിയപ്പോഴാണ് പണ്ട് തന്നെ മന്ത്രിയായിരുന്ന ഗുണാഠ്യനാണ് അത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. ഗുണാഠ്യൻ രാജാവിനെ കണ്ട് വളരെ വിഷാദത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പൈശാച ഭാഷയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് വാതി വെച്ചിരുന്നല്ലോ, എൻ്റെ പ്രാകൃത ഭാഷയും എൻ്റെ സംസ്കൃത ഭാഷയും ഞാൻ ഉപേക്ഷിക്കുമെന്ന്. പിന്നീട് ഞാൻ പൈശാച ഭാഷ പഠിച്ചു. അതിലെഴുതിയ കവിതയാണ്.
ഞാൻ ഈ മഹാകാവ്യം അങ്ങയുടെ അടുത്തേക്ക് തന്നു വിട്ടിരുന്നെങ്കിലും അങ്ങ് ഇത് വായിക്കാൻ തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് ഓരോന്ന് വായിച്ച് ഞാൻ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശാലിവാഹനന് വളരെയധികം കുറ്റബോധം തോന്നി. താൻ ഒരിക്കലും ആ കവിതയുമായിട്ട് വന്ന പൈശാചവർഗ്ഗക്കാരെ തിരിച്ചയക്കരുതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. ബൃഹത് കഥ എന്ന പേരിൽ ഗുണാധ്യായം രചിച്ചിരുന്ന ഈ കാവ്യങ്ങൾ ഏകദേശം 7 ലക്ഷത്തോളം ശ്ലോകങ്ങളുണ്ടായിരുന്നു. അതിൽ 3/4 പങ്കും അപ്പോഴേക്കും നശിച്ചു പോയിരുന്നെങ്കിലും ബാക്കിയുള്ളവ രാജാവ് ഏറ്റെടുത്തു. ശതവാഹന രാജാവ് ഏറ്റെടുത്തു. പിന്നീട് കാലക്രമേണ അത് നശിച്ചു പോയെങ്കിലും ആ കാവ്യങ്ങളെ അധികരിച്ചാണ് കഥാസരസാഗരം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. കുറേ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ശതവാഹന രാജാവിൻ്റെ കീർത്തി നാടെങ്ങും പരന്നു. അങ്ങനെയിരിക്കെ തൊട്ടടുത്ത രാജ്യമായ ഉജ്ജയിനി ഭരിച്ചിരുന്ന മഹാനായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അടുത്ത് ഒരു ജ്യോതിഷ പണ്ഡിതൻ എത്തി. അദ്ദേഹം രാജാവിനോട് ഒരു പ്രവചനം നടത്തി. ആ പ്രവചനം ഇപ്രകാരമായിരുന്നു: ഒരു കുശവൻ, ഒരു മൺപാത്രം ഉണ്ടാക്കുന്ന ആൾ രാജാവായിട്ടുണ്ട്. ആ രാജാവ് വിക്രമാദിത്യ മഹാരാജാവിനെ വധിക്കുകയും ഉജ്ജയിനിയുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. വിക്രമാദിത്യനുടൻ തന്നെ തൻ്റെ അടിമയായിരുന്ന വേതാളത്തിനെ ഒരു ദൗത്യവുമായിട്ട് പറഞ്ഞയച്ചു. ആരാണ് കളിമൺപാത്ര കച്ചവടക്കാരൻ എന്ന സ്ഥിതിയിൽ നിന്നും ഒരു രാജാവായി തീർന്ന ആൾ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അയാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാളെ കൊല്ലുകയും വേണം. അങ്ങനെ വേതാളം ഈ ദൗത്യവുമായിട്ട് നാടെങ്ങും നടന്ന് അവസാനം പ്രതിഷ്ഠാനത്തെത്തി. അവിടെ വെച്ച് ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് അവരുടെ രാജാവ് ഒരു കാലത്ത് ഒരു കളിമൺപാത്ര കച്ചവടക്കാരനായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ വളരെ നല്ലൊരു രാജാവാണെന്നും വളരെ ജ്ഞാനിയാണെന്നും ഉദാരനാണെന്നും ഒക്കെ അറിഞ്ഞു. ജനങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്കെല്ലാവർക്കും ഈ രാജാവിനെ വളരെയധികം ഇഷ്ടമാണ് എന്ന് വേതാളം മനസ്സിലാക്കി. വേതാളം ഈ രാജാവിനെ ചെന്ന് മുഖം കാണിച്ചു. എന്നിട്ട് താൻ ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വരികയാണെന്നും തനിക്ക് ശാലിവാഹനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തിയാൽ കൊള്ളാമെന്നുണ്ടെന്നും പറഞ്ഞു. ശാലിവാഹനൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും വേതാളവുമായിട്ട് ഒരു വലിയ മൽപ്പിടുത്തം നടത്തുകയും ചെയ്തു. വളരെ നേരം നീണ്ടു നിന്ന ഈ മൽപ്പിടുത്തത്തിൽ ശാലിവാഹനൻ വേതാളത്തിനെ തോൽപ്പിച്ചു. വേതാളം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെ ഒരു മനുഷ്യന് തോൽപ്പിക്കാൻ പറ്റും എന്ന് വേതാളം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വേതാളം വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് പ്രതിഷ്ഠാനം എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായ ശാലിവാഹനൻ ഒരു കാലത്ത് ഒരു കളിമൺപാത്ര കച്ചവടക്കാരനായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം വളരെ മഹാനായ ഒരു രാജാവാണെന്നും ആ രാജാവിനെ തനിക്ക് കൊല്ലാൻ പറ്റിയില്ല, മല്ലയുദ്ധത്തിൽ അദ്ദേഹം തന്നെ തോൽപ്പിച്ചുവെന്നും പറഞ്ഞു. അപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിഷ്ഠാനത്തേക്ക് ഒരു യുദ്ധത്തിന് പോകാം, അങ്ങനെ യുദ്ധത്തിൽ നമുക്ക് ശാലിവാഹനെ തോൽപ്പിക്കാമെന്ന്. അങ്ങനെ തൻ്റെ വലിയൊരു സൈന്യവുമായിട്ട് വിക്രമാദിത്യൻ പ്രതിഷ്ഠാനത്തേക്ക് യാത്രയായി. വിക്രമാദിത്യൻ യുദ്ധത്തിന് വരുന്നുവെന്ന് ശാലിവാഹനൻ അറിഞ്ഞു. ശാലിവാഹനൻ തൻ്റെ സൈന്യത്തിന് തയ്യാറാക്കി നിർത്തി യുദ്ധത്തിനൊരുങ്ങി. തൻ്റെ അമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ച് ഭാര്യയോട് യാത്ര പറഞ്ഞ് അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് പോയി. നോക്കുമ്പോൾ വിക്രമാദിത്യൻ്റെ സൈന്യം വളരെ വലുതാണ്. അതിനനുസരിച്ച് വളരെ ചെറിയ രാജ്യമായ പ്രതിഷ്ഠാനത്തെ സൈന്യവും വളരെ ചെറുതായിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ വളരെ വീരനാണെങ്കിൽ പോലും വിക്രമാദിത്യൻ്റെ വലിയ സൈന്യത്തിന് മുൻപിൽ ശാലിവാഹനന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ശാലിവാഹനൻ തോറ്റു തുടങ്ങി. ഈ വാർത്ത പ്രതിഷ്ഠാനത്തെത്തി. ജനങ്ങളാകെ വിഷമിച്ചു പോയി. തങ്ങളുടെ രാജാവ് തോൽക്കുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ആരോഗ്യമുള്ള ഓരോരുത്തരും ആയുധങ്ങളും എടുത്ത് യുദ്ധഭൂമിയിലേക്കെത്തി. കൂട്ടം കൂട്ടമായിട്ട് അവർ യുദ്ധഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട വിക്രമാദിത്യൻ്റെ സൈന്യം അമ്പരന്നു പോയി. വിക്രമാദിത്യൻ്റെ സൈന്യം മാത്രമല്ല, ശാലിവാഹനൻ്റെ സൈന്യം പോലും അമ്പരന്നു പോയി. തങ്ങളുടെ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായിട്ട് സൈന്യം വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. പലരും പറഞ്ഞത് പണ്ട് ശാലിവാഹനൻ ഉണ്ടാക്കി കിണറ്റിട്ടിരുന്ന സൈന്യം മുഴുവൻ ജീവൻ വെച്ച് തിരിച്ചു വരികയാണ് എന്നാണ്. അങ്ങനെയാണ് ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നത്. ഒരു യുദ്ധപരിചയവും ഇല്ലാതിരുന്ന സാധാരണക്കാർ പോലും ആയുധവും എടുത്ത് യുദ്ധത്തിന് വന്നു. അങ്ങനെ ഘോരമായ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ വിക്രമാദിത്യൻ വധിക്കപ്പെടുകയും ചെയ്തു. ശാലിവാഹനൻ ഉജ്ജയിനിയിലെ രാജാവായി തീർന്നു. ശാലിവാഹനൻ്റെ വിജയവും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണവും വളരെ വലിയ ഉത്സവമായിരുന്നു. മാത്രമല്ല, അന്നു മുതൽ ഒരു പുതിയ യുഗവും ആരംഭിച്ചു. അതായത് അന്നു മുതൽ ആണ് ശാകവർഷം ആരംഭിക്കുന്നത്. ഇന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പുതുവർഷം തുടങ്ങുന്നത് ശാകാവർഷത്തിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഇതാണ് ശാലിവാഹനൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.